നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു യുഗം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷന്റെ ഒരു യുഗമാണ്. അപ്പം ഇന്ന് നമ്മൾ തന്നെ ഇപ്പൊ ഈ പറയുന്നതെല്ലാം ആളുകൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അപ്പൊ ഏത് ഇൻഫർമേഷനാണ് നമ്മൾ കൊടുക്കുന്നത്, ആളുകൾ എന്താണ് കേൾക്കുന്നത്, അതിന്റെ ബേസിലാണ് അവർ അത് ഒപ്പീനിയൻ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി മാറുന്നത്. അപ്പൊ നമുക്കറിയാം ഏതൊരു കാര്യമാണ് ശരി, ഇപ്പം നോർമൽ ആയിട്ടുള്ള ഒരു ആമസോൺ പോലുള്ള ഒരു ആപ്പ് വരെ നമ്മളെ ഇൻഫർമേഷൻ വെച്ചാണ് നമ്മളെ ചോയ്സ് എന്താണെന്നുള്ള രീതിയിലേക്ക് അവർ മാറ്റുന്നത്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ ശത്രു ആണെങ്കിൽ തന്നെ നമ്മൾ അവർ ചെയ്യുന്ന നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതെന്ന് പറയും. പാകിസ്ഥാൻ എപ്പോഴും എക്കാലത്തും അവർ സൈന്യം ഫൈറ്റിംഗ് ചെയ്തതിലും ഇല്ലെങ്കിലും അവർ ചെയ്തെന്നുള്ള ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ അവർ ഭയങ്കര സക്സസ്ഫുൾ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ചെയ്ത സമയത്ത് പോലും അവർ ഉടനെ അതിനെ നരേറ്റീവ് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുകയും അതിന് ഒരു പരിധി വരെ അവർ സക്സസ്ഫുൾ ആവുകയും ചെയ്തു. കാരണം നമ്മൾ അന്ന് ഇൻഫർമേഷൻ കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ വാർഫെയറിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്കിലായിരുന്നു. അതിന്റെ വേറൊരു കാരണം വെച്ചാൽ നമ്മൾ ഭാരതത്തിന്റെ ഉള്ളിൽ ധാരാളം അങ്ങനെ ആളുകളുണ്ട്, അത് അവർ രാഷ്ട്രീയപരമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി അവർ ആ ഒരു പർട്ടിക്കുലർ നറേറ്റീവ് അവിടെ നിന്ന് വരുന്ന അതിനെ ഏറ്റുപിടിച്ച് അതിന് ചോദ്യങ്ങൾ ചോദിക്കുക. ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് ഭാരതത്തിന്റെ എയർ ചീഫ് മാർഷൽ ധനുവ അദ്ദേഹം വന്ന് പ്രസ്സിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു എയർ സ്ട്രൈക്ക് ചെയ്തു എന്ന്. അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുകയാണ് തെളിവ് എന്തിയെന്ന്. അപ്പൊ ആ രീതി അപ്പൊ അദ്ദേഹം പറഞ്ഞ തെളിവ് കണ്ടെത്താൻ എന്റെ പണിയല്ല, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി കണ്ടത്, പക്ഷെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്കറിയാം എന്താണ് ഞാനും എന്റെ കുട്ടികളും ചെയ്തെന്നുള്ളത് പുള്ളി അറിയാം. ഈ ബാലക്കോട്ട് എയർ സ്ട്രൈക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഫൈറ്റർ പൈലറ്റ്സിനെ നേരിട്ട് കണ്ട് അവർക്ക് ഷേക്കാൻ കൊടുത്ത വ്യക്തി എന്നുള്ള നിലയിലും ഞാൻ പറയാം ഇതൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്, ഇത് നടന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ ഇൻഫർമേഷൻ യുഗത്തിൽ ആരാണ് സത്യം പറയുന്നത്, ആരാണ് കള്ളം പറയുന്നത് എന്നുള്ള രീതിയിൽ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു നമ്മൾ.